ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് വൈകിപ്പോയി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ, കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഉച്ച തിരിഞ്ഞിട്ട് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകാനുള്ള പരിപാടിയിലാണ്. ഈ വഴി കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ കോഫർഗാൻ വഴിയാണ് പോകുന്നതെന്ന്. അതേ, നമ്മൾ കോഫർഗാൻ വഴി നമ്മുടെ ഷാർജയിൽ ഷീസ് പാർക്കിലോട്ടാണ് പോകുന്നത്. അതിന് മുന്നായിട്ട് വാദി, അവിടെ അടുത്തൊരു വാദിയുണ്ട്. വാദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, വെള്ളം പോകുന്ന ഒരു സ്ഥലം, ചെറിയൊരു അരുവി എന്നൊക്കെ പറയാം, പക്ഷെ അത്രയ്ക്കൊന്നും ഇല്ല. അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ എന്താ പറയുക, നിറയെ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ലീവുള്ള സമയമല്ലേ, അപ്പോൾ എല്ലാവർക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയൊരു സമയം തന്നെയാണ്. അപ്പോൾ ഇതാ കണ്ട, ഇതാണ് ഏരിയ. ഇങ്ങനെ മലകളാണ് ചുറ്റും, അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം പോകുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾക്ക് നാട്ടിലൊന്നും പോകാത്ത കാരണം ഇങ്ങനെയൊക്കെ വെള്ളം പോകുമ്പോൾ നമുക്കെല്ലാവർക്കും അത് കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പം എന്നാൽ അത് കണ്ടു കളയാം എന്നുള്ളൊരു ഐഡിയയിൽ ഞങ്ങളിവിടെ ഇറങ്ങി. അപ്പോൾ അങ്ങനെ ഇവൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ഫാമായിട്ടാണ് കാണുന്നത്. അവിടെ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒന്നും അധികം കാര്യമായിട്ട് കാണാനില്ല, എന്നാലും ചെറിയ കുമ്പളങ്ങയും കാര്യങ്ങളൊക്കെ അവിടെ കാണാനുണ്ട്. കുമ്പളങ്ങ ഞാൻ തോന്നുന്നു സംഭവം അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഇത്തിരി നേരം വൈകിയതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആ പരിപാടി ക്യാൻസൽ ചെയ്തു. പിന്നെ വേഗം പാർക്കിൽ പോകാമെന്നൊക്കെ പിള്ളേരുടെ അടുത്ത് പറഞ്ഞ് അവരെ സെറ്റാക്കി നിർത്തിയേക്കാണ്. എന്നാലും അവർക്കൊന്ന് കാല് നനയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ ശരി, അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു വ്യൂ കാണുമ്പോൾ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ ആ ഒരു ചെറിയൊരു എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത്രമാത്രമൊന്നുമില്ല. പക്ഷേ നമ്മൾ ആ പടം കണ്ടതുകൊണ്ട് നമുക്കിതൊക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു പ്രതീതി തോന്നുന്നു മാത്രം. അപ്പോൾ ഇവിടെയൊക്കെ നല്ല വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു സ്ഥലമാണിത്. പക്ഷെ ഇപ്പോൾ അവിടെയൊക്കെ ഇത്തിരി വറ്റിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ നടന്നു പോവാം. അതുകൂടെ ഇങ്ങനെ നടന്നു പോവാം കേട്ടോ എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും നല്ലൊരു ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് നടക്കാൻ ആരംഭിക്കുന്നത്. കാരണം വെള്ളത്തിലോട്ടാണല്ലോ പോകുന്നത്. വെള്ളം എല്ലാവർക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് അതിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട്, കല്ലുകളാണ് ചുറ്റുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ ചെറിയ വെള്ളക്കെട്ട് ചെറുതായിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഇങ്ങനെ എല്ലാവരും ആദ്യം കുറച്ച് നേരം നോക്കി നിന്നു, കാലൊക്കെ കയറ്റി വെച്ച് ഉഷാറായിട്ട് ഇനി ഇതിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയിലൊക്കെയാണ് പലരും. അപ്പോൾ അങ്ങനെ നമുക്കിതിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇനി നമുക്ക് കണ്ട് ആസ്വദിക്കാം. ഞങ്ങളിവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടുന്ന് കുറച്ച് പേര് തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അവരവിടെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ട്, ചിലവരൊക്കെ അവിടെ പോയി കൂലിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇത്തിരി ഉണ്ട്, ദൂരമുണ്ട് നടക്കാൻ. അവിടെയാണ് ഒരു ഗുഹ പോലെയാണ്, അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടാണ് വെള്ളം ഒഴുകുന്നത് നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ ഇവിടെ വറ്റി കിടക്കുന്ന കാരണം ഈ ഭാഗത്ത് ഇത്തിരി വെള്ളം ഇല്ല എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ കല്ലുമ്മ കൂടെ ഒക്കെ എല്ലാവരും നടക്കുകയാണ്. വടിയൊക്കെ കുത്തി കൈയൊക്കെ പിടിച്ച് ഒക്കെയാണ് നടപ്പ്. ഇനി ഇവിടുന്ന് നമ്മൾ പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടിയാണ് കേട്ടോ നടന്നു പോകുന്നത്. ഇതുവരെ കുറച്ച് തുറസായ സ്ഥലമായിരുന്നു. ഇനി കുറച്ച് ഇടുങ്ങിയ വഴി കൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത്. ആ ഇടുങ്ങിയ വഴിയിലൊക്കെ വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇങ്ങനത്തെ ഒന്നും ഏരിയ കൂടെ ഒന്നും മക്കൾ പോയിട്ടില്ല കേട്ടോ. അവർ ആകെ കൂടി കളിച്ചിട്ട് ബീച്ചിലാണ്. ഇങ്ങനെ പാറക്കെട്ടിൻ്റെ ഇടയിൽ കൂടെയുള്ള വെള്ളത്തിലൂടെയുള്ള നടത്തമൊന്നും അവർ നടന്നിട്ടില്ല. അപ്പോൾ അവർക്കൊക്കെ ഇത് ഭയങ്കര ആകാംക്ഷയിലാണ്, എന്താണ് ഇവിടെ
ഇവിടുന്ന് ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക, കാണാനും ആസ്വദിക്കാനൊക്കെ ഉള്ള ആകാംക്ഷയിലാണ്. വീഴാൻ പോവോ, പേടിയാവോ, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 കുട്ടി കുറുമ്പന്മാരെ ഇവിടെ ഇരുത്തി, ഇവിടെ വെള്ളത്തിലിരുത്തി കളിപ്പിക്കാനുള്ള തീരുമാനമായി. അപ്പോൾ ഇവരിവിടെ ഇരുന്ന് കളിക്കുകയാണ്. ഇവരെ അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ നമുക്ക് 2 കൈയും, ഒരാൾ ഇറങ്ങുമ്പോൾ തന്നെ 2 കൈയും നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് വേണം ഇറങ്ങാൻ. അപ്പോൾ കുഞ്ഞേ പിള്ളേരെ ഇറക്കാൻ അങ്ങോട്ട് എളുപ്പമല്ല കേട്ടോ. അപ്പോൾ അവരവിടെ ഇരുത്തി അവരിവിടെ എന്താ പറയുക, വെള്ളത്തിൽ കളിക്കാനാണ്. ഞങ്ങൾ പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് ദൂരം നടന്നങ്ങോട്ട് പോയി. 2 സൈഡും പാറക്കെട്ടുകളിലൂടെ ഇടയിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നു. ഇവിടെയൊക്കെ ഇത്തിരി വെള്ളം കുറവാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ വെള്ളം കൂടുതലുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ പോയി ഇതാ അവിടെ നിൽക്കുന്നതാണ് മാട്ടുചേട്ടൻ. മൂപ്പരാൾ അവിടെ എത്തി. ഞങ്ങളിങ്ങനെ പതുക്കെ ഇവിടേക്ക് നടന്ന് എത്തുന്നേ ഉള്ളൂ. നല്ല രസമുണ്ടല്ലേ വെള്ളം കാണാൻ. ഇവിടുന്ന് അങ്ങോട്ട് ഇത്തിരി വെള്ളമുണ്ട് കേട്ടോ, നല്ല കളകളാന്നുള്ള ശബ്ദം. ഇവിടം വരെ ഞങ്ങൾ വന്നുള്ളൂ കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾ തിരിച്ച് കയറുകയാണ് ചെയ്തത്. കാരണം ഇനി നമുക്ക് നേരെ ഷീസ് പാർക്കിലോട്ട് പോകാനുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം ഇവിടെ ഉള്ള കളികളൊക്കെ കഴിഞ്ഞു എല്ലാവരുടെയും. ശരിക്കും കുളിക്കാനുള്ള പരിപാടിയിലൊക്കെ സെറ്റപ്പിലൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ അതൊന്നും ചെയ്തില്ല, കാരണം പാർക്കിലോട്ട് പോകണം എന്നുള്ളതുകൊണ്ട്. എന്നാലും കുറച്ചൊക്കെ ഇവർ നന്നായി വെള്ളത്തിൽ ആസ്വദിച്ചു. അപ്പോൾ ബാക്കിയുള്ളവർ ഇവിടെ ഇരുന്ന് മീനൊക്കെ പിടിച്ചു കേട്ടോ. എന്താ പറയുക, കല്ലുമ്മ ഒട്ടി പിടിച്ചിരിക്കുന്ന ഒരു തരം മീൻ കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ പിടിച്ച് കുപ്പിയിലൊക്കെ ആക്കി സെറ്റായിട്ട് ഇരിക്കുകയാണ് ഇവിടെ. ഇതാണ് കേട്ടോ മീൻകുട്ടികൾ. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചു വാൽമാക്രിയാണ്, പക്ഷേ ഇത് വാൽമാക്രി അല്ല എന്ന് പറയുന്നത്. ആർക്കും ഇതിൻ്റെ പേരാണ്ട് കറക്റ്റായിട്ട് അറിയുന്നുമില്ല. പക്ഷേ പെട്ടെന്ന് കാണുമ്പോൾ വാൽമാക്രി പോലെ തോന്നും ചെയ്യും. പക്ഷേ വാൽമാക്രി അല്ലാണ്. ആർക്കെങ്കിലുമൊക്കെ ഇതിൻ്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്ത് മീനാന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഇവർ 2 പേർക്കും ഭയങ്കര ഹാപ്പിയാണ്. മീനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുര്യപ്പന് ഭയങ്കര ഇഷ്ടമാണ് മീൻ. അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ 2 പേരും ഇരുന്ന് അതിലാണ് കളി, അവർ 2 പേരും. അപ്പോൾ ഈ മീൻകുട്ടികളെ ഞങ്ങളങ്ങനെ കുപ്പിയിലാക്കി എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ പിടിച്ച് അതിനെ കുപ്പിയിലൊക്കെ ആക്കി, പിന്നെ ഫിഷ് ടാങ്കിലിടാൻ കുറച്ച് കല്ലൊക്കെ പറക്കി, അങ്ങനെ ഞങ്ങൾ എല്ലാവരും വണ്ടിയിലോട്ട് കയറുകയാണ് ചെയ്യണം. ഇതാണ് കേട്ടോ സ്ഥലം. നല്ല രസമാണ് സ്ഥലമൊക്കെ കാണാൻ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് വന്നു പോകുന്നത് നല്ലതാണ്. അങ്ങനെ കുര്യപ്പന് വേണ്ടി ഒരു കുഞ്ഞു കുപ്പിയിൽ ഒരു മീൻകുട്ടീനും കുര്യപ്പൻ ഇട്ടുകൊടുത്തു. കുര്യപ്പൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. മീനൊക്കെ കിട്ടി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ആശാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി തിരിച്ച് നമ്മൾ ഷീസ് പാർക്കിലോട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് മക്കൾ എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു ഇവിടെ. പിന്നെ മീനൊക്കെ കിട്ടിയ സന്തോഷത്തിലാണ് എല്ലാവരും. ഷീസ് പാർക്കിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ആരും മറക്കരുത്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.